വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും എന്നറിയുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ദുരന്തബാധിതരെ വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ഏറ്റവും വലിയ പരിഗണന. സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളിലും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചകൾ നടക്കാൻ സാധ്യത. MG പ്രതീഷ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ സൂചന എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ബ്യൂറോയിൽ ലഭിക്കുന്നത്? SKN, ഗുഡ് മോർണിംഗ്. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനാണ് സർക്കാർ നിലവിൽ പ്രഥമ പരിഗണന നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിന്റെ ആദ്യപടിയായി ഇന്നലെ ദുരന്ത നിവാരണ വകുപ്പ് ഈ വാടക വീടിലേക്ക് മാറുമ്പോൾ സർക്കാർ അനുവദിക്കുന്ന വാടക സംബന്ധിച്ച ഒരു ഉത്തരവായി തന്നെ പുറത്തിറക്കിയിരുന്നു. വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് 6000 രൂപയുടെ ധനസഹായമാണ് സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കടക്കം ഈ സഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി പുനരധിവാസം നടപ്പാക്കുക എന്നതാണ്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ അറിയിച്ച കാര്യം ലോകോത്തര നിലവാരത്തിൽ വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നതാണ് ദുരന്തബാധിതർക്കായി. ഇതിന്റെ തുടർ നടപടികളും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന് ഈ കേന്ദ്ര സഹായമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു കേന്ദ്ര സഹായം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. 2000 കോടിയുടെ ഒരു കേന്ദ്ര സഹായമാണ് പ്രാഥമികമായും നേരത്തെ സർക്കാർ പറഞ്ഞ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ റിപ്പോർട്ട് വൈകാതെ തന്നെ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൂടിയാലോചനകൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും കേന്ദ്രത്തിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗവും വയനാട് ദുരന്തബാധിതരുടെ തുടർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇനി ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നടപടികൾ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിലും മുഖ്യ അജണ്ടയായി വരിക. SK. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.